ഹലോ ചങ്ങാതിമാരെ, ഞാൻ പ്രകാശൻ, കൊല്ലംകോട്. നമ്മളൊന്ന് തമിഴ്നാട് ബ്രീഡായ കോംബെ ഡോഗിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. കോംബെ ഡോഗ് പറഞ്ഞാൽ പൊതുവേ രണ്ട് കളറാണുള്ളത്. ഒന്ന് ചോക്ലേറ്റ് കളറും പിന്നെ ഒന്ന് ചൊകല കളറും. അതിൽ ചൊകല കളറിൻ്റെ മുഖം നല്ല കറുപ്പ് കളറായിരിക്കും, വാലും. അതുപോലെ ചോക്ലേറ്റ് കളറിൻ്റെ ഒരു പൊടിക്ക് ലൈറ്റ് കളറായിരിക്കും. പക്ഷേ രണ്ടും പ്രവൃത്തിയിൽ ഒരേപോലെ തന്നെയാണ്, വീര്യത്തിൽ ഒരേപോലെ തന്നെയാണ്. അതിലിപ്പോൾ ആണും പെണ്ണും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കോംബെ ഡോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേട്ടയ്ക്ക് സ്പെഷ്യലായിട്ട് വേട്ടയ്ക്ക് കൊണ്ടുപോകുന്ന സാധനമാണ് കോംബെ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് മറ്റേത് നായ്ക്കളുണ്ടെങ്കിലും കോംബെ മുന്നിൽ നടക്കും. അതാണ് അവൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ മുന്നിൽ നടക്കാൻ ഒരു ഡോഗിനും സമ്മതിക്കില്ല. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുമാത്രമല്ല, അതായത് കോംബെ ഡോഗ് ഒരു സാധനത്തിന് പോയി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പിടി അവന് വിടില്ല എന്നുള്ളതാണ്. അതായത് അവനെ കീഴ്പ്പെടുത്തിയിട്ട് അത് വിടുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രവൃത്തിയുടെ ഒരു സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ കോംബെ ഡോഗ് എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഏത് പ്രായത്തിലെടുക്കാം എന്നുള്ളത് പറയാം. ഒരു 35-40 ദിവസം, 1.5 മാസം ആ ഒരു ടൈമിലേക്കാണ് സാധാരണ കുട്ടികൾ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ മുഴുവനും കാണാം. അപ്പോൾ നമ്മൾ ഈ കോംബെനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്, അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് ചോക്ലേറ്റ് കളറും ഉണ്ട്, ചൊകല കളറും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചോക്ലേറ്റ് കളറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രവർത്തികൾ എങ്ങനെയാണ്, അതിൻ്റെ അതായത് എത്ര ഉഷാറോടായിട്ടുള്ള ഡോഗാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. നമുക്ക് നോക്കാം. അതുപോലെ എപ്പോഴും ഭയങ്കര ഭയങ്കര വെറിയായിരിക്കും. ഒരു സെക്കൻഡ് പോലും ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവനെ പോലുള്ളവനൊക്കെ നമ്മൾ വളർത്തി കഴിഞ്ഞാലുണ്ടല്ലോ, വേറെ ഒരു ഡോഗുമായിട്ട് നമുക്ക് വലിയതായിട്ടൊരു പിടുത്തം ഉണ്ടായില്ല. കാരണം അത്രയും ഒരു ഷാർപ്പാണ്. പുറത്തുള്ള നായ്ക്കൾ വന്നു കഴിഞ്ഞാൽ ഒരുവിധമുള്ള ഈ വലിയ ഡോഗുകൾ വീട്ടിൽ നമ്മളെ പൈസ കൊടുത്ത് ഭയങ്കര വലിയ ഡോഗുകളൊക്കെ പുറമേയുള്ള നായ്ക്കളെ കണ്ടാലും അങ്ങനെ അത്ര പെട്ടെന്ന് കുരയ്ക്കുന്നല്ലാതെ നമ്മൾ അഴിച്ചുവിട്ടാൽ ഒന്നും ചെയ്യില്ല. അതൊരു പ്രശ്നമുണ്ട്. നമ്മൾ കെട്ടിയിട്ട് കഴിഞ്ഞാൽ വലിയ കാര്യത്തിൽ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ അതേ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള നായ്ക്കളെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ പുറമേ പോയി കഴിഞ്ഞാൽ അതിനെ കണ്ട മുന്നോട്ട് നിൽക്കും, കടിക്കില്ല. പക്ഷെ അതിനെ സംബന്ധിച്ച് കോംബെ അങ്ങനെയല്ല. കോംബെനെ പുറത്ത് വരയ്ക്കും, നിങ്ങൾ അത് കുരയ്ക്കും അത്യാവശ്യം, പക്ഷെ കൂടുതലാണെന്നായി കുരയ്ക്കില്ല. അതുപോലെ പുറമേ ഉള്ള ഡോഗുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ പണി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ അടുത്ത് പോയിട്ട് കുരച്ചിട്ട് ആലോചിച്ച് നിൽക്കുക, അല്ലെങ്കിൽ മറ്റുള്ള നായ്ക്കളെ പോലെ അടുത്ത് പോയിട്ട് അതുപോലെ മറ്റുള്ള നായ്ക്കളെ പോലെ അടുത്ത് പോയിട്ട് ആലോചിക്കുക എന്നുള്ളൊരു ഇത് നോക്കുക വേണ്ട. ഇവൻ പോയതും പിടിക്കും. അതിൽ യാതൊരു കാര്യം. കാരണം പന്നിനെ പിടിക്കാൻ പോണത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിലും ഇവൻ പോയി പിടിക്കും. പക്ഷെ ഒരെണ്ണം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടായെന്ന് മാത്രം. ചെറിയ കാര്യമല്ല അത്, വലിയ. അവൻ പോയി പിടിച്ചതാണ്. പിന്നെ ഒരടി അങ്ങോട്ടും കൊണ്ട് ആനെയില്ല. പിടിച്ചു കഴിഞ്ഞാൽ വിടുകയില്ല. അങ്ങനെ കടിച്ച് തൂങ്ങും. അപ്പോൾ അതാണ് ഇവൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ വളർത്തുന്നവർ കോംബെ ധൈര്യമായിട്ട് എടുക്കാം. കോംബെ പൊതുവേ തമിഴ്നാട്ടിൽ ബ്രീഡ് ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ആർക്കും അങ്ങനെ അധികം ഇല്ല. അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും കേരളത്തിൽ ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് ആൾക്കാർ പറഞ്ഞു തുടങ്ങി കോംബെൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്, അവനെങ്ങനെയാണ്, അതുപോലെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് എടുക്കുന്നവർ ധാരാളം എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കോംബെ വിലയൊക്കെ ഉണ്ട്. നല്ല ബ്രീഡൊക്കെ വാങ്ങിക്കണം. ഇപ്പോൾ ഒറിജിനൽ ബ്രീഡൊന്നും നമ്മുടെ പരിസരത്ത് ഇവിടെ എവിടെയും കിട്ടില്ല. അതൊക്കെ കോയമ്പത്തൂർ അങ്ങനെ വലിയ ഫാമുകളിലൊക്കെ ഒറിജിനൽ ബ്രീഡ് കോംബെയുടെ കിട്ടുള്ളൂ. അതൊക്കെ 10-35 റുപ്യ മേലെ വിലപ്പിടിക്കും. നല്ല സെക്കൻഡ് ക്വാളിറ്റിയാണ് ഇപ്പോൾ ഏകദേശം ഒരുവിധമുള്ള എല്ലാ ഭാഗങ്ങളിലും വരുന്നത്. ഒരു 10-20 റുപ്യൊക്കെ നല്ല കുട്ടികൾ കിട്ടും കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ വാങ്ങിച്ച് വളർത്തുന്നവർ കോംബെനെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് വളർത്തുക. അപ്പോൾ ഇവൻ്റെ അടുത്തൊരു വീഡിയോ കൂടി ഞാൻ വേറൊരുത്തിനും കൂടി ഉണ്ട് നമ്മുടെ അടുത്ത്, കോംബെയുടെ തന്നെ വേറെ ചൊകല കളറ്. അപ്പോൾ അവൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഞാനത് പറഞ്ഞുതരാം. കാരണം കോംബെയിൽ ഞാൻ പറയാൻ കാരണം, കോംബെയിലെ ആണും പെണ്ണും രണ്ട് രീതിയാണ്. അതായത് 2 വഴിയാണ് അവരിൻ്റെ. ആണെങ്ങനെയാണോ അതിന് നേരെ ഓപ്പോസിറ്റാണ് പെണ്ണ്. കടിക്കണ കാര്യത്തിലല്ല പറഞ്ഞത്, മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അവൻ്റെ നിൽപ്പും ഇതൊക്കെ
ഒരു പ്രത്യേക ടൈപ്പാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും കണ്ടാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാനാണെങ്കിലും ഇപ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലും പക്ഷികൾ പറക്ക് അല്ലെങ്കിൽ വേറെ നായ്ക്കൾ അതിന് പുറത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഇവൻ്റെ ആ നിൽക്കുന്ന ഒരു ഭാവങ്ങളൊക്കെ കണ്ടാൽ നല്ല രസമായിരിക്കും. നമുക്ക് അതിനെ കണ്ട ഒരു പ്രത്യേക ലുക്കായിരിക്കും അവൻ്റെ. അതുപോലെ നമ്മൾ ഡോഗ്സിനെയൊക്കെ അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞെങ്കിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാം. എൻ്റെ നമ്പർ ഇത് ചാനൽ തന്നെ ഉണ്ട്. എടുത്ത് താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ചെറിയ ചെറിയ പപ്പി മുതൽ വലിയ ഡോഗ്സിന് വരെ ഏത് വേണമെങ്കിലും കൊടുക്കുന്നുണ്ട്. വേണ്ടവർ ആരാന്ന് വെച്ചൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഹലോ കൊല്ലംകോടാണ്, ഫോളോ ചെയ്യുക.